ഗൈസ്, നമ്മളിപ്പം സുരളി മറ്റേ വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് നമ്മളിപ്പോൾ പോകുന്നത് കോടിലിംഗ ക്ഷേത്രത്തിലേക്കാണ്. അതിപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സുരളിയിലെ കോടി ശിവൻ കോവിലാണ് കേട്ടോ. ശിവലിംഗമുള്ള ഒരു അമ്പലമാണിത് കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അച്ചട്ടാന്ന് പറഞ്ഞ് ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഇവിടെ. ഇത് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ വീരഭദ്രസ്വാമി ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ നമ്മളിങ്ങനെ കയറുമ്പോൾ ഇതുണ്ട് സരസ്വതി ദേവി, അങ്ങനെയുള്ള പ്രതിഷ്ഠകളെല്ലാം ഉണ്ട് കേട്ടോ. ഈ രണ്ട് സൈഡിലും ശിവലിംഗമാണ് കേട്ടോ. വീരഭദ്രസ്വാമി എന്ന് എഴുതിയേക്കുന്നു കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങി നമ്മുടെ ശിവലിംഗത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണേ. അതിസാന്ദ്രമായ ഒരു സ്ഥലമാണ്. നിറയെ തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഇവിടെ വരണം കേട്ടോ. ഇത്ര അടുത്തൊക്കെ ഉള്ളവരും അകലെയുള്ളവരും ഒക്കെ ഒരു തീർത്ഥാടനം വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മുടെ രാശിയുടെ ഓരോ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്. ഇത് തുലാം, ഇത് മോശം, നമ്മുടെ മേടമാണെന്ന് തോന്നുന്നു. ഈ മോശം തമിഴിലെ എല്ലാം ഈ ഓരോ രാശിയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആളൊന്ന് കാണാൻ വരുവാ. പടിക്കെട്ട് പോലെ കെട്ടിയിട്ട് രണ്ട് സൈഡും ശിവലിംഗം നടുക്ക് നമ്മുടെ പ്രതിഷ്ഠയാകട്ടോ വരുന്നത്. നടുക്ക് പ്രതിഷ്ഠ വരുന്ന രണ്ട് സൈഡും ഇല്ല, അതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം ഈ ശിവലിംഗത്തിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്വാമിമാര് പ്രാർത്ഥനയും പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. நம்ம இந்த 1 கோடி லிங்கம் வைக்கிறீங்க. இப்போ 1 லட்சம் லிங்கம் வச்சிருக்கு. உங்களை கேரள மக்களும் நிறைய வாங்கி வச்சிருக்க ஒவ்வொரு லிங்கமும் உங்களை மாதிரி பக்தர்கள் வேடிச்சு வச்சதா. அப்படி வச்சது மொத்தத்தில் இப்போ 1 லட்சத்தை தாண்டி போயிடுச்சு. கோடியால 1 லட்சம் தாண்டி போயிட்டே யார் வேணாலும் நீங்க வேடிச்சு வைக்கலாம். ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ കോടിലിംഗം ക്ഷേത്രത്തിലായിരിക്കുന്നത്. ഇവിടുത്തെ മൊത്ത ശിവലിംഗമാണ്. ഇപ്പം ഏകദേശം 1 ലക്ഷത്തിൽ കവിഞ്ഞ ശിവലിംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഈ ശിവലിംഗങ്ങൾ ഓരോ ഭക്തരും അവരുടെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഫലം കണ്ടെത്തിയപ്പം മേടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അതങ്ങനെ 1 ലക്ഷത്തിന് മിച്ചമായി. ഇനി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ പറഞ്ഞത് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കാണാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്. വരിക, പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ വാങ്ങുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. എല്ലാവരും ഒക്കെ വരുന്ന ആട്ടുകാര് ഇവിടുന്ന് പിന്നെ വിൽക്കാൻ വെച്ചേക്കോ. ഇതിന് എന്നാ വിലയാക്കാം? കിലോ 20, 30. കിലോ 20 രൂപ, 30 രൂപ. നമ്മുടെ അവിടെയൊക്കെ നിറയെ മരത്തല്ലേ ഇവിടെ വിൽക്കുന്നുണ്ട്. എന്തോ എടുത്തു 1/2 കിലോ നല്ല മതി. അവളെ കായ് പോടവാ. കായ പഴുക്കൊക്കെ വേണം.